എൻ്റെ പേര് ഫൈസൽ. എനിക്ക് ചോദിക്കാനുള്ളത് കലാനാഥൻ മാസ്റ്ററിനോടാണ്. അദ്ദേഹത്തിൻ്റെ ചില ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോൾ ഇങ്ങനൊരു പരാമർശം കാണാനിടയായി. ഇസ്ലാമിലെ ദൈവം ശരീരരൂപിയാണ് എന്ന ഒരു പരാമർശം. അത് ഇസ്ലാമിൻ്റെ മൂലക പ്രമാണമായ ഖുർആനിൽ നിന്നോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും ആണോ എന്നൊന്ന് വിശദീകരിച്ചു തന്നാൽ കൊള്ളാമായിരുന്നു. ഇസ്ലാമിലെ ദൈവം ശരീരരൂപിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ കലാനാഥൻ മാസ്റ്ററിൻ്റെ ചില ഗ്രന്ഥത്തിൽ കാണാനിടയായി. അത് അദ്ദേഹം മനസ്സിലാക്കിയത് ഇസ്ലാമിക പ്രമാണമായ ഖുർആനിൽ നിന്നോ പ്രവാചക റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നോ ആണ് എന്നൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. ഖുറാനിൽ ദൈവത്തെക്കുറിച്ച് പരാമർശിക്കുന്ന എല്ലാ സന്ദർഭത്തിലും അവൻ ഹി എന്ന ആൺ ലിംഗ രൂപത്തിലാണ് പരാമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ രൂപം അയാൾക്കുണ്ട് എന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇറ്റ് എന്ന് പ്രയോഗിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ എവിടെയും കാണുന്നില്ല. മറ്റു പരാമർശങ്ങളൊന്നും അതിനാവശ്യമില്ല. മാഷ് വളരെ സമർത്ഥമായിട്ടായിരുന്നു ഒഴിഞ്ഞു മാറിയെന്ന് എനിക്ക് തോന്നണേ. എന്താന്ന് വെച്ചാൽ മാഷ് അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങളിൽ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ പുസ്തകത്തിനുള്ള കാര്യമായിട്ടുള്ളത് ഈ രണ്ട് പുസ്തകത്തിലും മതം സാമൂഹ്യ പുരോഗതിയുടെ ശത്രു, അതേപോലെ തന്നെ ജീവപരിണാമം സൃഷ്ടിവാദവും എന്ന് പറഞ്ഞ പുസ്തകങ്ങളിൽ അദ്ദേഹം പരിശുദ്ധ ഖുർആൻ ഒരു വചനം ധരിച്ചിട്ട്, അതായിരിക്കും സുഹൃത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. തന്നെയാണോ? ജീവപരിണാമമാണോ? ജീവപരിണാമം. ജീവപരിണാമം എന്ന പുസ്തകത്തിൽ കാണാൻ കഴിയും. ഈ രണ്ട് പുസ്തകത്തിലുണ്ട്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള രൂപസാമ്യത എന്താണെന്നോ ഖുർആനിലെ 3-ാമത്തെ അധ്യായം 59-ാമത്തെ വചനം, ലോ ദ ലൈക്നെസ് ഓഫ് ജീസസ് വിത്ത് അല്ലാഹ് ഈസ് ദ ലൈക്നെസ് ഓഫ് ആദം, ഹി ക്രിയേറ്റഡ് ഹിം ഫ്രം ഡസ്റ്റ്. ഖുർആൻ മനുഷ്യനെ അള്ളാഹു രൂപപ്പെടുത്തിയ ചിത്രമാണിത്. അള്ളാഹുവിൻ്റെ രൂപം മനുഷ്യാകാരമാണതാണ് ഈ വാക്കിലെ സൂചന. പ്രത്യേക സൃഷ്ടിവാദത്തിലുള്ള വ്യക്തമായ തെളിവ് തന്നെയെന്നാണ്. ഇത് സത്യത്തിൽ യുക്തിവാദികളുടെ വളരെ തിരക്ക് പിടിച്ച അന്വേഷണത്തിനുള്ള ഒരു അതിൽ നിന്ന് പറ്റുന്ന അബദ്ധത്തിനുള്ളൊരു തെളിവാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനൊരു വചനമില്ല. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 59-ാമത്തെ വചനം, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസല ആദം എന്നാണ്. എൻ്റെ അടുക്കൽ ആദമിൻ്റെ ഈസയുടെ ഉദാഹരണം ആദമിനെ പോലെയാണ്. എൻ്റെ അടുക്കൽ എന്നാണ്. ഇത് പിക്താളിൻ്റെ ട്രാൻസ്ലേഷനിൽ സാറിന് പറ്റിയ ഒരു അബദ്ധമാണ്. പിക്താളിൻ്റെ ട്രാൻസ്ലേഷനിൽ, പിക്താളിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ലൈക്നെസ് ഓഫ് ജീസസ് ഈസ് ലൈക്നെസ് ഓഫ് ജീസസ് വിത്ത് അല്ലാ ഈസ് ലൈക്നെസ് ഓഫ് ആദം. അപ്പൊ വിത്ത് അള്ളാഹ് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി എന്ത് വിത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായിട്ടുള്ള താരതമ്യമാണ്. വിത്ത് അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഇൻദല്ലാഹ് എന്നുള്ള അർത്ഥത്തിലാണ്. അത് മലയാളത്തിലൊരു പരിഭാഷ നോക്കിയാൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഖുർആനെതിരിൽ എവിടുന്നോ ഒന്ന് കണ്ട് അത് കിട്ടിയ പാടിലെടുത്ത് ഉദ്ധരിച്ചു എന്നുള്ളതാണ് സത്യം. എന്തോന്ന് കിട്ടിയപ്പോൾ അത് ധൃതിയിലോ ധടുതിയിലോ ഉദ്ധരിച്ചു പോയി. ഉദ്ധരിച്ചപ്പോൾ അബദ്ധമായിരുന്നു. സത്യത്തിൽ ഖുർആനിൽ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ്? ആദാമിന്റെ ഉദാഹരണമാണ് ഈസയുടെ ഉദാഹരണം എന്നാണ്. അത് ദൈവത്തിങ്കൽ പടച്ച തമ്പുരാന്റെ അടുക്കൽ പടച്ച തമ്പുരാനിങ്കൽ എന്നാണ്. ഇത് വിത്തല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി പടച്ച തമ്പുരാനുമായുള്ള സാദൃശ്യമാണ് എന്ന്. പലപ്പോഴും അങ്ങനെ ഭാഷ കൃത്യമായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ അങ്ങനെ ഒരു അബദ്ധം ഉണ്ടാകൂല. പക്ഷേ അദ്ദേഹം കിട്ടിയത് എവിടുന്നോ കിട്ടി അവിടെ എടുത്ത് ഉദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതവിശ്വാസികൾക്കെതിരെ എന്തെങ്കിലും ഒരു ആയുധം കിട്ടിയാൽ അത് എത്രത്തോളം ശരിയോ തെറ്റോ നോക്കാതെ ഉരസി നോക്കാതെ അങ്ങോട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. MP പരമേശ്വരന്റെ നേരത്തെ പരാമർശം ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞല്ലോ, അതിന്റെ കാര്യം ഇതാണ്. പിന്നെ ഹി എന്ന് പ്രയോഗിച്ചത് എന്തിനാണ്? ഹി എന്ന് പ്രയോഗിച്ചത് ഹി എന്നുള്ള അല്ലെങ്കിൽ അറബിയിലെ ഹുവ എന്നോ ഹു എന്നോ ഉള്ള പദത്തിന് ലിംഗഭേദമില്ല. ഇറ്റ് എന്ന് പറഞ്ഞാൽ അറബിയിൽ അങ്ങനെ, അറബി മാത്രമല്ല ഇംഗ്ലീഷിലായാലും പിന്നെ മലയാളത്തിലായാലും എല്ലാം അതിന് ജീവനില്ലാത്ത നിർജീവമായൊരു വസ്തുവിൻ്റെ ദ്യോതിപ്പിക്കാനാണ് പറയാ. ഭാഷക്ക് അതിൻ്റെതായ പരിമിതിയുണ്ട്. അറബി ഭാഷയിൽ പുരുഷലിംഗത്തിനും ലിംഗഭേദമില്ലാത്തതിനും നമ്മൾ ഭാഷാപരമായി പറയുമ്പോൾ നപുംസകലിംഗത്തിനും പറയുന്ന പ്രോനൗണാണ് ഹുവ എന്നോ ഹു എന്നോ ഉള്ള പ്രോനൗൺ. ഹ എന്നോ ഹിയ എന്നോ ഉള്ള പ്രോനൗൺസ് എന്തിനാ സ്ത്രീലിംഗത്തിന് മാത്രമേ ഉപയോഗിക്കൂ, ലിംഗഭേദത്തിന് ഉപയോഗിക്കില്ല. അല്ല, ലിംഗഭേദമില്ലായ്മക്ക് ഉപയോഗിക്കൂല. പടച്ച തമ്പുരാന്റെ ലിംഗമല്ല അവിടെ കാണിക്കുന്നത്, പടച്ച തമ്പുരാന്റെ അസ്തിത്വത്തെയാണ്. അതേസമയം അവൻ എന്ന് പറയുന്നത് പുരുഷ
അതല്ല, അത് ഭാഷയുടെ പരിമിതിയാണ്. ഭാഷയിൽ പരിചയപ്പെടുത്തുമ്പോൾ ഭാഷയുടേതായ അവസ്ഥ വെച്ചാണ് പരിചയപ്പെടുത്തേണ്ടി വരും. ഭാഷയിൽ, അറബി ഭാഷയിൽ ലിംഗ വ്യത്യാസത്തിനും അതേപോലെ തന്നെ അതേ നപുംസലിംഗത്തിനും അതേപോലെ തന്നെ പുരുഷലിംഗത്തിനും ഒരേപോലെ പറയുന്ന പ്രോനൗണാണ് ഇത് എന്ന് മനസ്സിലാക്കുക. അതല്ലാതെ പുരുഷൻ എന്നുള്ള അർത്ഥത്തിലല്ല. അവൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മനുഷ്യക്കോലുണ്ടോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യക്കോലം ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പടച്ച തമ്പുരാന് എല്ലാ വിധത്തിലുള്ള മനുഷ്യന്റെ പരികൽപ്പനകൾക്കും അതീതമാണെന്ന് ഖുർആനിൽ നിരവധി തവണ പറയുന്നുണ്ട്. അലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാനെ പരിചയപ്പെടുത്തുന്ന വളരെ വളരെ സരളമായ, വളരെ ചുരുങ്ങിയ പദങ്ങളിലുള്ള ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് 112-ാമത്തെ വചനത്തിൽ 4-ാമത്തെ വചനത്തിൽ പറയുന്നത് അവനെ ഈ പ്രപഞ്ചത്തിലെ യാതൊന്നുമായും താരതമ്യം ചെയ്യാൻ സാധ്യമല്ല, ഒന്നുമായി താരതമ്യം ചെയ്യാൻ സാധ്യമല്ല. അപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവനെക്കുറിച്ച് ഏതെങ്കിലും ജീവികളോ അല്ലെങ്കിൽ മനുഷ്യനുമായി താരതമ്യം ചെയ്യാവതല്ല. സുഹൃത്ത് ചോദിച്ച ചോദ്യം ഉണ്ടായിട്ടുള്ളത് ഈ അബദ്ധത്തിൽ നിന്നാണ്. അത് അടുത്ത പതിപ്പിൽ തിരുത്തണം എന്നാണ് പിന്നെ തിരുത്തുന്നതാണ് നല്ലത് എന്ന്. ഇനിയിപ്പോൾ നല്ലത് എന്ന് പറഞ്ഞാൽ ഭീഷണിയാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. നല്ലത് എന്നുള്ളത് പിന്നെ നമ്മൾ പുസ്തകത്തിൻ്റെ ഗൗരവത്തെ കുറക്കുന്ന ഒരു പരാമർശമാണത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇത്തരൊരു അവസരമായതുകൊണ്ട് ഇസ്ലാമിലെ ദൈവസങ്കല്പം കൃത്യമായിട്ട് അദ്ദേഹം പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചപ്പോൾ. ഇസ്ലാമിൽ എന്താണ് പടച്ചവൻ, ഇസ്ലാമിലെ ദൈവത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഞാൻ മനസ്സിലാക്കിയ രീതികൾ വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ്. അള്ളാഹുവിനെ അറിയുക. അത് ഈ വേദിയുടെ താല്പര്യം എന്നുള്ള ആൾക്ക് അദ്ദേഹത്തുമായി പങ്കിടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്, അദ്ദേഹത്തിന് നൽകുകയാണ്.